ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൻ്റെ തന്നെ വിദ്യാരംഭവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അവിടെ പുനരുദ്ധാരണം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുറ്റമ്പലത്തിന് പുറത്തായിട്ടാണ് ശാസ്താവിൻ്റെ ഈ ഒരു അമ്പലം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ പണി കഴിപ്പിച്ച ആ ഒരു ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇവിടെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇപ്പോഴാണ് ഈ ചുമരൊക്കെ വെച്ച് ഇത് മുകളിലേക്ക് പൊന്തിച്ച് മുകൾ ഭാഗമൊക്കെ ആക്കി മറയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു ചുറ്റുഭാഗമായിട്ടൊന്ന് നമ്മൾ കാണിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ മുതൽ തിരക്കാവുമല്ലോ, അതുകൊണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത് ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ഉള്ളിലത്തെ പ്രതിഷ്ഠയൊക്കെ തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പുതിയതായിട്ട് പുനരുദ്ധാരണം ചെയ്തുകൊണ്ട് നമ്മുടെ വകയിൽ തന്നെ അവിടെ പൂജാ സാധനങ്ങളും കൂടി ഒന്ന് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറ്റാവുന്ന ചില സാധനങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം, വിളക്കിന് ബാക്കിലായിട്ടാണ് നമ്മുടെ പ്രതിഷ്ഠ ഉള്ളത്. അത് വെള്ള തുണിയിൽ മൂടിയിട്ടാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വെള്ള തുണി കൊണ്ട് മറച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ വിഗ്രഹങ്ങളെയൊക്കെ. ഇനി അതിന് ശേഷം കുറച്ച് ചടങ്ങുകളുണ്ട്. ഏകദേശം നമ്മുടെ ദീപാരാധന സമയത്തോടു കൂടി തന്നെ ഇനിയൊരു ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ഇതിൻ്റെ. അപ്പോൾ ഒരുപാട് പേര് പ്രായഭേദമന്യേ നമ്മൾ ദീപങ്ങളോട് കൂടിയ താലങ്ങൾ ഏന്തിയിട്ട് വലത്ത് വെച്ചുകൊണ്ടാണ് ആ ചടങ്ങ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യക്കുട്ടി അരിക്കുട്ടി ഒക്കെ ഉണ്ട് കേട്ടോ, താലെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. എല്ലാവരും ഇന്ന പ്രായത്തിലുള്ളവരെന്നില്ല, ആർക്ക് വേണമെങ്കിലും അതിൽ പങ്കെടുക്കാവുന്നതാണ്. അതിനുശേഷം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും, ഈ ഒരു താലങ്ങളോട് കൂടിയിട്ട് അതിനെ ആനയിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ പ്രതിഷ്ഠകൾ എടുത്തുകൊണ്ടാണ് തന്ത്രിമാർ ഈ ക്ഷേത്രം വലം വെച്ചതിന് ശേഷമാണ് അതിനെ ആവാഹിച്ച് കുടിയിരുത്തുക എന്നുള്ളൊരു ചടങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഒരു വലം വയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം വലം വെച്ചതിന് ശേഷമാണ് അവരിത് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറുകയും പിന്നീട് കുറച്ച് ചടങ്ങുകളുണ്ട് അതിന് മുന്നോടിയായിട്ട്. അപ്പോൾ നമ്മുടെ പ്രദക്ഷിണം കംപ്ലീറ്റ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. തുടങ്ങുന്ന സമയത്തുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചത്. കാരണം ഒന്നാമത് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കിട്ടില്ലല്ലോ. പിന്നെ അമ്പലം നിങ്ങൾക്ക് ഓൾറെഡി പകൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് നല്ല വലിപ്പമുള്ള ചുറ്റമ്പലത്തോട് കൂടിയതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് ചുറ്റി വന്ന് നമ്മളിപ്പം പുതിയ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കയറുകയാണ് കേട്ടോ. അപ്പോൾ അതിന് കയറിയതിന് ശേഷം ഇനി ഈ പുതിയ ശ്രീകോവിലിനെയും എന്ത് ചെയ്യണം, ഒന്നുകൂടി നമുക്കൊന്ന് വലത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പ്രദക്ഷിണമാണ് ഇനി നടത്താൻ പോകുന്നത്. ഇപ്പോഴാണ് നമ്മൾ ആ തുടങ്ങിയ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെയും കൂടിയിട്ട് പുതിയ ശ്രീകോവിലും കൂടി ഒന്ന് വലത്ത് വെച്ചുകൊണ്ടാണ് ഉള്ളിലേക്ക് ഈ പ്രതിഷ്ഠ തിരിച്ചവിടെ അതേപോലെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും അതിനെ ഉറപ്പിക്കുന്നൊരു ചടങ്ങെന്ന് പറയാനില്ല. അതൊരു പ്രദക്ഷിണം വെച്ചുകൊണ്ട് മാത്രം അതിനേക്ക് ശ്രീകോവിലിനുള്ളിലേക്ക് എടുത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ പൂജകളോട് കൂടിയിട്ട് മാത്രമാണ് അതിൻ്റെ ആ ഒരു ശക്തി, നമ്മൾ മൂലമന്ത്രത്തോട് കൂടിയിട്ട് ആ ഒരു ശക്തി കൊടുത്തതിന് ശേഷം മാത്രമാണ് നിത്യമായിട്ടുള്ള പൂജകളിലേക്കൊക്കെ തുടങ്ങുക. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഒരു ചടങ്ങ് മാത്രം ചെയ്തുകൊണ്ട് ഇവരുടെ പണി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു വിഗ്രഹങ്ങളെ തിരിച്ച് അതേപോലെ ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഇത് ചെയ്തിരിക്കുന്ന ഇവർക്ക് കുറച്ച് ആചാരങ്ങൾ, ചടങ്ങുകളുണ്ട്. അപ്പോൾ ആ ഒരു ചടങ്ങുകൾ കൂടി നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ പറ്റും. കാരണം കൃത്യമായിട്ട് ആ ചടങ്ങ് എന്താണെന്നുള്ളത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകളൊക്കെയാണ് നടക്കുന്നതെന്ന് മാത്രമാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു അത് ആ ഒരു കാര്യം ചെയ്തു തന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവർക്ക് മുഴക്കോലോ അല്ലെങ്കിൽ വാളോ എന്താണെന്ന് സംഭവം മനസ്സിലായില്ല, അങ്ങോട്ട് സമർപ്പിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലായത്. അപ്പോൾ ഇവരിപ്പം ആ ഒരു പ്രതിഷ്ഠ എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് കയറി അത് തിരിച്ചവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ആദ്യം തന്നെ അത് ചെയ്ത ആളുകൾ നമുക്ക് എന്തൊക്കെയോ ഏൽപ്പിക്കുന്നുണ്ട്. ഇനി അതവിടെ കാണിച്ചതിന് ശേഷം അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവർക്ക് ദക്ഷിണയും അതേപോലെ വസ്ത്രവും ഒക്കെ നമുക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ചടങ്ങ് കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒപ്പം തന്നെ നടക്കുന്നത്.
അപ്പോഴാണ് ആ ഒരു ഭാഗം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇനി അതിന് ശേഷം രാവിലെയാണ് ഇതിൻ്റെ മറ്റുള്ള പൂജാകർമ്മങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കാണപ്പെടുന്നത്. ആ ഒരു ചിത്രം സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇപ്പോഴും അത് വെളുത്ത തുണി കൊണ്ട് മൂടി തന്നെയാണ് ആ വിഗ്രഹങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ നമ്മളത് എടുത്ത് വെച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ, അതിന് ഉറപ്പിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഉറപ്പിക്കൽ ചടങ്ങ് അല്ലെങ്കിൽ ആ വിഗ്രഹം നമുക്ക് ഇനി എടുത്ത് മാറ്റാൻ പറ്റാത്ത വിധത്തിൽ അത് ഉറപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു ചടങ്ങിലേക്ക് വേണ്ടി അതിൻ്റെ പ്രധാന തന്ത്രി തന്നെ കുറച്ച് കലശ പൂജകളും അതേപോലെ തന്നെ അതിൻ്റേതായ പ്രത്യേകതയുള്ള പൂജകളൊക്കെ ചെയ്തിട്ടതിന് ശേഷം മാത്രമാണ് നിത്യപൂജയായിട്ട് നമുക്ക് പിന്നീട് ദിവസവും അവിടെ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു പൂജയുടെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രധാന കർമ്മി ഇദ്ദേഹമാണ്. ഇപ്പോൾ ആ ഒറ്റകോവിലേക്ക് കയറുന്ന അദ്ദേഹമാണ്. അപ്പോൾ അവരിതിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം അവിടെ പൂജകൾ, അതായത് ഇത് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ആ പൂജകളൊക്കെയാണ് നടത്താൻ പോകുന്നത്.
അങ്ങനെ നമ്മുടെ പുനരുദ്ധാരണ ചടങ്ങ് ഇവിടെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും വലത്ത് വെച്ച് തൊഴുതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചടങ്ങിൻ്റെ ഭാഗമാവാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുകയാണ്. അതേപോലെ തന്നെ ഇത് ചുറ്റും ഒന്ന് കൂടിയിട്ട് ഞാൻ കാണിച്ചു തരണം. കാരണം മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇനി ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.